ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷിറാസ് മീഡിയ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ഓൺലൈനായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നൊരു വീഡിയോ മുമ്പ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും കാർഡ് ഇപ്പോൾ നമുക്ക് ഡെലിവറി ആയിട്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഈ ഒരു കാർഡ് അൺബോക്സ് ചെയ്ത് ഇത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ഇതുപോലെ ഈ ഒരു കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും അവർക്കൊക്കെ ഈ ഒരു കാർഡ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കാർഡ് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആക്സിസ് ബാങ്കിൻ്റെ സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ പിന്നെ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഓഫർ ഉണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ആക്ടിവേഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലതായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറോട് കൂടിയുള്ള പാക്കിംഗ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അപ്ലിക്കേഷൻ കൊടുത്ത് ഏകദേശം 16ാമത്തെ ദിവസമാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം അപ്ലിക്കേഷൻ കൊടുത്തൊരു 2 വീക്സ് കൊണ്ട് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഏകദേശം 16 ദിവസമായി. കവർ അതുപോലെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിച്ച് റിമൂവ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലുള്ള കവർ ലെറ്ററിലാണ് ആക്ടിവേഷൻ ചെയ്യാനുള്ള കോഡ് ഉള്ളത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ആക്ടിവേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വളരെ സൂക്ഷിച്ച് വേണം കവർ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതിനുള്ളിലുള്ള കവർ ലെറ്ററിലുള്ള കോഡ് നഷ്ടപ്പെടാതെ നോക്കണം. അപ്പോൾ നമ്മുടെ കാർഡ് നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലുള്ള ലെറ്റർ ഒന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ലെറ്ററിൽ ഫ്രണ്ട് പേജിൽ തന്നെ അതിൻ്റെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാർഡ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് നമുക്ക് എത്രയാണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ കാർഡ് ലിമിറ്റ്, ക്യാഷ് വിഡ്രോവൽ ലിമിറ്റ്, ജോയിനിങ് ഫീ, ആനുവൽ ഫീ, അതുപോലെ തന്നെ പ്രൈമറി കാർഡ് ആക്ടിവേഷൻ കോഡ് എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ കാർഡ് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫോൾഡിങ് നിവർത്തി കഴിഞ്ഞാൽ ഇവിടെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ കാർഡ് ഒരു വശത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ കാർഡ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് താഴെ അതുപോലെ എന്തൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റുകൾ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഓയിലിൽ നിന്ന് ഫ്യൂവൽ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് 20 എഡ്ജ് റിവാർഡ് പോയിന്റ് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻസിന് ഓരോ 100 റുപ്പീസിൻ്റെ സ്പെൻഡിനും നമുക്ക് 5 റിവാർഡ് പോയിന്റുകളാണ് കിട്ടുന്നത്. അതുപോലെ മറ്റുള്ള ട്രാൻസാക്ഷന് ഓരോ 100 റുപ്പീസിൻ്റെ സ്പെൻഡിനും നമുക്ക് 1 പോയിൻ്റാണ് കിട്ടുന്നത്. അതുപോലെ ഫ്യൂൽ ഫില്ലിങ്ങിന് നമുക്ക് 1% സർചാർജ് വേവ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് 250 റുപ്പീസിൻ്റെ ക്യാഷ് ബാക്ക് ബോണസ് ഉണ്ട്. നമുക്കിതിൽ നമ്മുടെ കാർഡ് എടുത്ത് ഒരു മാസത്തിനുള്ളിൽ, അതായത് 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഫ്യൂൽ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് 250 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെയിൻ ബെനിഫിറ്റുകൾ. ഇനി നമുക്ക് ഈ കാർഡ് എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഈ ലെറ്ററിൻ്റെ പുറകുവശത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആക്ടിവേഷൻ ചെയ്യാനുള്ള മെത്തേഡുകൾ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ മെത്തേഡുകളാണ് ആക്ടിവേഷൻ ചെയ്യാനായിട്ടുള്ളത് എന്ന് നോക്കാം. ഒന്നാമത് നമുക്ക് ആക്സിസ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ മെത്തേഡ് ആക്സിസ് ബാങ്ക് ATM വഴി നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നാലാമത്തെ മെത്തേഡ് ഫോൺ ബാങ്കിങ്, നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിൽ നിന്ന് ഇതിൽ കൊടുത്തിട്ടുള്ള ടോൾ ഫ്രീ നമ്പറിലോട്ട് നമ്മൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ 4 മെത്തേഡ് വഴി നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമുക്ക് ആക്ടിവേഷൻ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് നമ്മളെ പറഞ്ഞിട്ടുള്ള 4 മെത്തേഡ് വഴി നമുക്ക് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിവിടെ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ മെത്തേഡ്, അതായത് ആക്സിസ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആക്സിസ് ബാങ്ക് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ ലോഗിൻ എന്നുള്ളതിൽ എൻ്റർ ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ലോഗിൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പിൻ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുള്ള 6 അക്ക പിന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ മെയിൻ സ്ക്രീനിൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ മുകൾ വശത്ത് കാണുന്ന 3 ലൈൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഹോം, UPI, സർവീസസ് ആൻഡ് സപ്പോർട്ട്, വാട്സപ്പ്, ബാങ്കിങ് തുടങ്ങിയ ഓപ്ഷൻസ് കാണാം. അപ്പോൾ നമ്മൾ അതിൽ സർവീസ് ആൻഡ് സപ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തുടർന്ന് നമുക്ക് ഇതുപോലെ കുറച്ച് ഓപ്ഷൻസ് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ സർവീസസ്, ന്യൂ ചെക്ക് ബുക്ക്, അക്കൗണ്ട് ഇ സ്റ്റേറ്റ്മെന്റ്, ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഇൻക്രീസ്, ക്രെഡിറ്റ് കാർഡ് ഇൻസ്റ്റന്റ് ലോണ്, ക്രെഡിറ്റ് കാർഡ് അപ്ഗ്രേഡ്, ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആൻഡ് റീപ്ലേസ്,
ക്രെഡിറ്റ് കാർഡ് സെറ്റ് ഓർ റീസെറ്റ് പിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലാണ് പോകേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് സെറ്റ് ഓർ റീസെറ്റ് പിൻ എന്നുള്ള ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കുക. സെറ്റ് ന്യൂ പിൻ എന്നുള്ളതിൽ ഇവിടെ നിന്ന് നമ്മൾ താഴെയുള്ള സെൻഡ് OTP എന്നുള്ള ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലിലോട്ട് നമ്മളൊരു OTP നമുക്ക് SMS ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ശേഷം ഇവിടെ നമ്മുടെ മൊബൈലിലോട്ട് വന്നിട്ടുള്ള 8 അക്ക OTP കോഡ് നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നമ്മളിവിടെ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം താഴെയുള്ള വെരിഫൈ എന്നുള്ള ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ മുകൾ ഭാഗത്ത് എൻ്റർ ന്യൂ പിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ അവിടെ ഒരു 4 അക്ക പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കൺഫേം പിൻ എന്നുള്ള ഭാഗമുണ്ട്. അവിടെ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള അതേ പിൻ നമ്പർ തന്നെ ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെയുള്ള സെറ്റ് പിൻ എന്നുള്ള ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മൾ MPIN ആണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ 6 അക്ക കോഡ്, ആ MPIN ആണ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ MPIN എൻ്റർ ചെയ്ത് കൊടുക്കും. അതിനുശേഷം താഴെയുള്ള കൺഫേം എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാർഡ് ആക്ടിവേഷൻ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജ് ഇതുപോലെ വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ആക്ടിവേഷൻ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നോർമലായിട്ട് ഓൺലൈൻ അതുപോലെ ഓഫ്ലൈൻ ട്രാൻസാക്ഷൻസിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ നൽകിയിട്ടുള്ള പിൻ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. തീർച്ചയായും ആക്സിസ് ബാങ്ക് ഇന്ത്യൻ ഓയിൽ ക്രെഡിറ്റ് കാർഡ് ആക്ടിവേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.